റൂത്ത് ചാപ്റ്റർ 4-ലെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ ബോവസ് പട്ടണവാതിക്കൽ ചെന്ന് അവിടെ ഇരുന്നു. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ബോവസ് ബെത്ലഹേമിൽ നിന്ന് വരുന്നു, പിന്നെ റൂത്ത് പട്ടണത്തിലേക്ക് പോയി. ഇങ്ങനെ രണ്ട് ആൻസറുമായിട്ട് നമ്മളിത് കൺഫ്യൂസ് ആവരുത്. ബോവസ് പട്ടണവാതിക്കൽ ചെന്ന് അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ എത്ര പേരെ വരുത്തി? അവൻ 10 പേരെ വരുത്തി. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്ത് നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലിമേലെക്കിന്റെ ഡാഷ് വിലക്കുന്നു, വയൽ വിലക്കുന്നു. ആകയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെയും മൂപ്പന്മാരുടെ മുമ്പാകെ നീ അത് ഡാഷ് വാങ്ങുക, വിലയ്ക്ക് വാങ്ങുക. അതിന് വീണ്ടെടുപ്പുകാരൻ, എനിക്കത് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല, എൻ്റെ ഡാഷ് നഷ്ടമാക്കേണ്ടി വരും, എൻ്റെ സ്വന്തം അവകാശം നഷ്ടം ആക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക, എനിക്ക് വീണ്ടെടുപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചിട്ടുള്ള കാര്യം ഇസ്രായേലിൽ ഉറപ്പാക്കുന്ന വിധം എങ്ങനെ? ഒരുത്തൻ തൻ്റെ ചെരുപ്പൂരി മറ്റവന് കൊടുക്കുന്നത് മൂലമാണ് വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ചുള്ള കാര്യം ഇസ്രായേലിൽ ഉറപ്പാക്കുന്നത്. ഇവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. ആര്? റാഹേലും ലേയെക്കുറിച്ചുമാണ് ഇസ്രായേൽ ഗ്രഹം പറഞ്ഞു. അതുപോലെ തന്നെ റൂത്തും വലിയ ഒരു ഗ്രഹത്തിന്റെ ഉടമയായിത്തീരും, ഒരു ജാതിയുടെ ഉടമയായിത്തീരും എന്നുള്ള അനുഗ്രഹം മൂപ്പന്മാർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതാണ് സന്ദർഭം. അവർ ഇരുവരുമല്ലോ ഇസ്രായേൽ ഗ്രഹം പണിതത്. ആര്? റാഹേൽ, ലേയ. ഈ ഉപതിയിൽ നിന്നും യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗ്രഹം ഡാഷിന് പ്രസവിച്ച ഫേറസിന്റെ ഗ്രഹം പോലെ ആയിത്തീരട്ടെ. താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേറസിന്റെ ഗ്രഹം പോലെ ആയിത്തീരട്ടെ എന്ന് മൂപ്പന്മാർ ബോവസിനെ അനുഗ്രഹിക്കുന്നു. റൂത്തിൽ നിന്നുണ്ടാവുന്ന സന്തതിയാൽ അവന്റെ ഗ്രഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേറസിന്റെ ഗ്രഹം പോലെ ആയിത്തീരട്ടെ. എഫ്രാത്തയിൽ നീ ഡാഷും ബെത്ലഹേമിൽ ഡാഷുമായിരിക്കുക. എഫ്രാത്തയിൽ നീ പ്രബലനും ബെത്ലഹേമിൽ വിശ്രുതനും ആയിരിക്കുക. ഓബേദ്, അവൻ നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനും ആയിരിക്കും. റൂത്തിന് ഓബേദ് ഉണ്ടായപ്പോൾ അയൽക്കാരത്തികൾ അവരെ അനുഗ്രഹിച്ചതാണ്. ആ അയൽക്കാരത്തികൾ അവരെ കുറിച്ച് പറഞ്ഞതാണ്. ഓബേദ് നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനും ആയിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയായിരിക്കുന്ന നിന്റെ മരുമകളുമല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞു. ഇത് നവോമിയോട് അയൽക്കാരത്തികൾ ഓബേദ് ഉണ്ടായപ്പോൾ പറഞ്ഞതാണ്. ഓബേദ് നിനക്ക് ആശ്വാസപ്രദനും നിന്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനും ആയിരിക്കും. അതേപോലെ എഫ്രാത്തയിൽ ഓബേദ് പ്രബലനും ബെത്ലഹേമിൽ വിശ്രുതനും ആയിരിക്കും. 7 പുത്രന്മാരെക്കാൾ, എത്ര പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകളാണ് റൂത്ത്? 7 പുത്രന്മാരെക്കാൾ ഉത്തമയായിരിക്കുന്ന മരുമകളാണ് റൂത്ത് എന്നാണ് അയൽക്കാരത്തികൾ പറഞ്ഞത്. നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. നവോമി ഓബേദിന് ആരായി തീർന്നു? ധാത്രിയായി തീർന്നു. എങ്ങനെ? അവനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ ഇവൻ തന്നെ. ആരാണ് ദാവീദിന്റെ അപ്പനായ ഇശായിയുടെ അപ്പൻ? ഓബേദ്. ഫേറസിന്റെ വംശപാരമ്പര്യം. ഫേറസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു, രാം അമീനാദാബിനെ ജനിപ്പിച്ചു, അമീനാദാബ് നഹശോനെ ജനിപ്പിച്ചു, നഹശോൻ സൽമോനെ ജനിപ്പിച്ചു, സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു, ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു, ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു, ഇശായി ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദിന്റെ പിതാവ് ഇശായി, ഇശായിയുടെ പിതാവ് ഓബേദ്, ഓബേദിന്റെ പിതാവ് ബോവസ്, ബോവസിന്റെ പിതാവ് സൽമോൻ, സൽമോന്റെ പിതാവ് നഹശോൻ, നഹശോന്റെ പിതാവ് അമീനാദാബ്, അമീനാദാബിന്റെ പിതാവ് രാം, രാമിന്റെ പിതാവ് ഹെസ്രോൻ, ഹെസ്രോന്റെ പിതാവ് ഫേറസ്. ഇത്രയുമാണ് ചാപ്റ്റർ 4-ൽ നിന്നുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.